അല്ലാഹുവിന്റെ ഹബീബിന്റെ വൽപ്പത്തരം അല്ലാഹുവിന്റെ വൽപ്പത്തരമാണ്. അല്ലാഹുവിന്റെ വലിയുടെ വൽപ്പത്തരം അല്ലാഹുവിന്റെ വൽപ്പത്തരമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വൽപ്പത്തരമാണ്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ വൽപ്പത്തരം ശൈഖ് അബ്ദുൽ ഖാദിറിന്റെ വൽപ്പത്തരം അല്ല, ആരുടേതാണ്? അല്ലാഹ്. ശൈഖ് റിഫായിയുടെ വൽപ്പത്തരം അല്ലാഹുവിന്റെ വൽപ്പത്തരാണ്. അപ്പോൾ അവരാരെ പറ്റിയേ പറയൂ? അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മൊബൈൽ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിക്കളയും, ആയത്തുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കളയും. ഈ ആയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. മുകളിലുള്ള ആയത്തിലും താഴെയുള്ള ആയത്തിലും തവക്കുലാണ് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالت لهم رسلهم إن نحن إلا بشر مثلكم قالت لهم رسلهم إن نحن إلا بشر مثلكم قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد جاءت لمولده الشريف بشائره وخوارق العادات ليلة مولده آياته والمعجزات كثيرة شهدت بصحتها عقول الحسد البدر شق بأمره والشمس إذ وربت له ردت بغير تردد والوحش والأشجار قد سجدت له وعليه بعد تشهدي ومن الإسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفدي وله الوسيلة والفضيلة والعلا موعدي أوصافه ما ينتهي تعدادها مقصدي يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي قد حل بما قد علمت من الأذى والظلم والضعف الشديد فأسعد مالي سوى ربي لديك وسيلة فامنن علي بفضل جودك أسعدني نزيلك والنزيل لديك يا خير الأنام بكل خيره يغتدي فعليك منا كل وقت دائما أزكى الصلاة مع سلام السرمدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فجهدي الله ولي الله ولي نعم الولي صلوا على هذا النبي محمد ഈ സനാത്തിന്റെ ഹക്ക് കൊണ്ട് റബ്ബേ ഇത് ഞങ്ങൾ ഈ രണ്ടായത്തും ഞങ്ങളെ കൽബിൻ്റെ ഉള്ളിലേക്ക് കയറ്റിത്തരണമേ. ഇത് വല്ലാത്ത രണ്ടായത്താണ്. സൂറത്ത് ഇബ്രാഹിം എന്ന ലോകം കണ്ട മഹാനായ സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിലാണ് ഈ സൂറത്ത് 11-12 ആയത്ത്. അതിൻ്റെ മാഹിയത്തും ഹഖീഖത്തും ഞങ്ങളെ കൽബിലേക്ക് കയറ്റി ഞങ്ങളെ മുഅ്മിനാക്കി തരണമേ റബ്ബേ, ഞങ്ങളെ മുത്തവക്കിലാക്കി തരണമേ റബ്ബേ. എന്താണ് ആയത്തിൻ്റെ അർത്ഥം പറയാം. ഖാലത്ത് ലഹും റുസുലുഹും, ആ ശത്രുപക്ഷങ്ങളോട് മുർസലീങ്ങൾ പറഞ്ഞു, ഇന്നഹ്നു ഞങ്ങളല്ല, ഇല്ലാ ബശറും മിസ്ലുക്കും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അല്ലാതെയല്ല, ഞങ്ങൾ മനുഷ്യന്മാർ തന്നെയാണ്.
വലാകിൻ അല്ലാഹ് എന്ന സാധാരണ മനുഷ്യനാണ് വിചാരിക്കേണ്ട. അമ്പിയാക്കളെ സാധാരണ മനുഷ്യനാണ് വിചാരിച്ചാൽ ആ സെക്കൻഡിൽ ഖൽബ് കാഫറായി പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ ലോകത്ത് മനുഷ്യൻ, മുസ്ലിമീങ്ങൾ, മാനവ സമൂഹം ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അമ്പിയാ സാധാരണ മനുഷ്യരാണെന്ന് അങ്ങനെ പറയാനേ പാടില്ല. ആ വാക്കിന് ഉടനെ വിശദീകരണം കൊടുത്തു. ഇല്ലാ ബശറും മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ ആളുകൾ അല്ലാതെയല്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ വ്യാഖ്യാനം കൊടുത്തു. എന്നാൽ ഞങ്ങൾ നിങ്ങളെപ്പോലെയുമല്ല. വലാകിൻ അല്ലാഹ്, എങ്കിലും അല്ലാഹു തആല യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദി, അവൻ്റെ ദാസന്മാരിൽ പ്രത്യേകക്കാരായ ഇഷ്ടഭാജനങ്ങളെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ ആരല്ല, സാധാരണക്കാരല്ല എന്ന് അങ്ങനെ പറയാനേ പാടില്ല. അങ്ങനെ പറയുന്നവരെ പ്രസംഗം കേൾക്കാൻ പാടില്ല. അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിലിരിക്കാൻ പാടില്ല. അല്ലാഹു അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വമാക്കാനലന, ഞങ്ങൾക്ക് കഴിയില്ല, അന്നഅ്തിയകും ബിസുൽത്താനി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം കൊണ്ടുവരാൻ തരാൻ കഴിയില്ല. ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടിയല്ലാതെ. ആകാശം പൊട്ടിച്ചാടട്ടെ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവൻ ചെയ്തു തരുന്നത് കാണിച്ചു തരാനല്ലാതെ ഞങ്ങൾക്കൊന്നിനും കഴിയില്ല. പിന്നെ എന്നിട്ട് അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മേൽ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ പരമേൽപ്പിക്കട്ടെ. എന്ത് പ്രശ്നം വന്നാലും മുഅ്മിനീങ്ങൾ ആരെ ഏൽപ്പിക്കണം? അള്ളാഹുവിനെ ഏൽപ്പിക്കണം. ഒരു പുതിയ പാഠം തുടങ്ങുകയാണ് നമ്മൾ. അതിനെക്കുറിച്ചാണ് പോകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങൾ മനസ്സിലായില്ലേ? മുഅ്മിനീങ്ങൾ ആരെ ഏൽപ്പിക്കണം? അള്ളാഹുവിനെ ഏൽപ്പിക്കണം. അലല്ലാഹ് ഒന്നിരിക്കൽ തഖ്സീസാണ്, അല്ലെങ്കിൽ ഹസറാണ്. അറബി അറിയുന്നവർക്ക് അറിയും. അതായത് ജാറ് മജ്റൂർ ഖബറാണ്. ഖബറിനെ തഖ്ദീം ചെയ്താൽ തഖ്സീസിൻ്റെ മാനയും വരും, ഹസറിൻ്റെ മാനയും വരും. വഅലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ മാത്രം. ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ പരമേൽപ്പിക്കട്ടെ. ആരെ മേൽ മാത്രം? അള്ളാഹിൻ്റെ മേൽ ഏൽപ്പിക്കട്ടെ, അള്ളാഹുവിൻ്റെ മേൽ ഏൽപ്പിക്കട്ടെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവിടെ അള്ളാഹുവാണ്. വൃത്തിയാക്കി കഴിക്കുക. പായാണ് ഇരിക്കുക, ഒരു പ്രശ്നമില്ല. എന്നാലും വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. എല്ലാവരും മജ്‌ലിസിലേക്ക് കയറി വരുമ്പോൾ കാല് ധാരാളം തവണ തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലാതെ മജ്‌ലിസിലേക്ക് കയറരുതെന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തും. അത്രയും പവിത്രമായ മജ്‌ലിസാണ്. നമ്മൾ കാണാത്ത പലരും ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഒന്നും കൂടി ആയത്തിലേക്ക് നോക്കൂ. കാലത്തിലുഹും, ആ ശത്രുജനങ്ങളോട് പറഞ്ഞു, റുസുലുഹും, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട മുർസലുകൾ പറഞ്ഞു, ഇന്നഹ്നു, ഞങ്ങളല്ല, ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അല്ലാതെയല്ല. വലാകിൻ അല്ലാഹ്, എങ്കിലും അല്ലാഹു തആല യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദി, അവൻ്റെ ദാസന്മാരിലെ ഇഷ്ടപ്പെട്ടവരുടെ മേൽ അവൻ ചില പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ അതിൽപ്പെട്ടവരാണെന്ന് മാത്രം. പിന്നെ വമാക്കാനലന, ഞങ്ങൾക്ക് കഴിയില്ല, അന്നഅ്തിയകും, നിങ്ങൾക്ക് എത്തിച്ചു തരാൻ, ബിസുൽത്താനിൽ, എന്തെങ്കിലും ഒരു അധികാരമോ ലക്ഷ്യമോ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മശീഅത്തും ഇതിനും കൊണ്ടല്ലാതെ ഒന്നും കഴിയില്ല. ആര് തരണം? അല്ലാഹ്. ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. കഴിയുന്നവരൊക്കെ കഴിഞ്ഞു. മുത്തുനബിക്ക് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. ഇതിനകത്തൊന്നും കഴിയില്ല എന്നല്ല, അള്ളാഹു അനുഗ്രഹിച്ചാലല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തലം, അതാണ് ഈമാൻ, ആണ് അഹ്ലുസുന്ന എന്ന് പറയാം. അതാണ് ഈമാൻ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ വിശ്വസിച്ചാൽ കഫറാണ്. അള്ളാഹു തല കാത്ത് രക്ഷിക്കട്ടെ. ഒരാൾക്കും കഴിയില്ല. ഒരാൾക്കും കഴിയില്ല. എൻ്റെ കൂടെ അതിനാൽ അല്ലാഹുവിന്റെ മേൽ മാത്രം ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഭരമേൽപ്പിക്കട്ടെ. മുഅ്മിനാണോ? ആരെ ഏൽപ്പിക്ക്? അല്ലാഹ്. പേടിയും പിടിക്കണ്ട. എന്തിന് ആരെ ഏൽപ്പിച്ചോ? അല്ലാഹുവിനെ ഏൽപ്പിച്ചു. കഴിഞ്ഞില്ല. അടുത്തായത് وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون. وما لنا, ഞങ്ങൾക്കില്ല, അന്നതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൻ്റെ മേൽ പരമേൽപ്പിക്കുകയല്ലാതെ ഒന്നും ഞങ്ങൾക്ക് നിർവാഹമില്ല. ആര് പറഞ്ഞു? മുർസലീങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മേൽ പരമേൽപ്പിക്കുകയല്ലാതെ ഒന്നിനും ഞങ്ങൾക്ക് കഴിയില്ല. പിന്നെ വഖദ് ഹദാന, അവനാണ് ഞങ്ങളെ ചേർത്ത് തന്നത്, സുബുലന, ഈ വെളിച്ചമാർന്ന മാർഗങ്ങളിലേക്ക് അവനാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അല്ലാഹുവാണ് ആ വ്യത്യസ്തമായ ശരീഅത്തുകളിലേക്ക്, ആ അൻവാറുകളിലേക്ക്, അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ അൻവാറുകളിലേക്ക്. സുബുല, ഞാൻ ഇവിടെ വെളിച്ചം എന്ന് മഅന കൊടുത്തത്
ഹദാ എന്ന വാക്കിൽ നിന്ന് എടുത്തിട്ടാണ്. വഖദ് ഹദാന, അവനാണ് ഞങ്ങളെ ചേർത്തിയത്. സുബുലന, അവന്റെ വെളിച്ചമാർന്ന മാർഗങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്തി തന്നത് അല്ലാഹുവാണ്. പിന്നെ ഫൽയതവക്കലിൽ മുതവക്കിലൂൻ وعلى الله فليتوكل المتوكلون وعلى الله അല്ലാഹുവിന്റെ മേൽ മാത്രം فليتوكل المتوكلون പരമേൽപ്പിക്കുന്നവർ പരമേൽപ്പിച്ചുകൊള്ളട്ടെ. ഒരായത്തിൽ وعلى الله فليتوكل المؤمنون, അടുത്ത ആയത്ത് وعلى الله فليتوكل المتوكلون. അല്ലാഹു തആല ആ മുഅ്മിനീങ്ങളിൽ നമ്മളെ ചേർക്കട്ടെ. മുഅ്മിനായോ അല്ലാഹുവിൽ മുതവക്കിലാവും. ആയത്തോത് മുഅ്മിനാണെങ്കിൽ അല്ലാഹുവിൽ മുതവക്കിലായിരിക്കും. ആയത്തോത് മുഅ്മിനാണെങ്കിൽ അല്ലാഹുവിന്റെ മേൽ പരമേൽപ്പിക്കും. മുഅ്മിനാണെങ്കിൽ അല്ലാഹുവിന്റെ മേൽ പരമേൽപ്പിക്കും. അല്ലാഹുവിന്റെ മേൽ പരമേൽപ്പിക്കുന്നവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ആയത്തോത് ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദു ലക്കൽ ഹംദ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു. അല്ലാഹു തആല കുട്ടിക്ക് നാഫിഅ ഇൽമിനെ കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ കുട്ടികൾക്കും കൊടുക്കട്ടെ. ഹാഷിമിന് പ്രത്യേകിച്ച് അല്ലാഹു നാഫിഅ ഇൽമ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നല്ല സന്തോഷം, നല്ല അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ തന്നെ ആവണം. എപ്പോഴും അള്ളാഹിന്റെ വാക്ക് മുന്തിച്ച് പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എൻ്റെ മോനാണ് ഹാഷിം എന്നാണ് പേര്, അതന്നെ കറക്റ്റ്. അൽഹംദുലില്ലാഹ്. ഒന്നത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون وعلى ربهم. إنما المؤمنون മുഅ്മിനീങ്ങൾ. ഇന്നമ എന്ന മാത്രം എന്ന ആശയം കൊടുക്കും, അർത്ഥം കൊടുക്കും. അത് എവിടെ കൊടുക്കും? ലാസ്റ്റാണ് മാത്രാശയം വരിക. ഇന്നമ തുടക്കത്തിൽ വരും, അർത്ഥം അവിടെ കാണിക്കൂല, അർത്ഥം ലാസ്റ്റ് വരും. ഇന്നമൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ എന്നാൽ ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു എന്നിട്ട് സാദത്തുഹും ഈമാന. പിന്നെ വഅലാ റബ്ബിഹിം, അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവർ, അവർ മാത്രമാണ് ആര്? മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങൾ ആരെ മേൽ ഭരമേൽപ്പിക്കുന്നവർ മാത്രം? അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവർ മാത്രമാണ്, അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹ് രണ്ട് മാത്രം വരും. ഒന്ന് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവിടെ ത്വരീഖുൽ ഹസ്ർ ഉണ്ട്. എന്തുകൊണ്ട്? തഖ്ദീം വന്നു. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവിടെ തഖ്ദീം വന്നപ്പോൾ അവിടെ ഹസ്ർ വന്നു, മാത്രം എന്ന ആശയം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിന്റെ മേൽ മാത്രം ഭരമേൽപ്പിക്കും. ഇങ്ങനൊരു മാത്രം കൂടി വരണം. ഏതിന്റെ അർത്ഥം? ഇന്നമയുടെ അർത്ഥം. അപ്പൊ രണ്ട് മാത്രം ആശയം അവിടെ വരും. ഇന്നമൽ മുഅ്മിനൂന ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആ ലാസ്റ്റ് വാക്ക് മാത്രം അർത്ഥം വെച്ചാൽ അവർക്ക് ഇന്നമ കേട്ടിട്ട് ഇങ്ങനെ അർത്ഥം. അല്ലാഹുവിന്റെ മേൽ മാത്രം ബലമേൽപ്പിക്കുന്നവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. രണ്ട് മാത്രം ആശയം വരും അവിടെ. വഅലല്ലാഹി എന്ന തഖ്ദീമാക്കി. വഅലല്ലാഹ് ത്വരീഖുൽ ഹസ്ർ 4 അതിലൊന്നാണ് എന്ത്? അതിനെ പിന്തിച്ചു വെക്കണം. ഇവിടെ ഖബറാണത്, ഖബർ ബേക്കിലാണ് വരണ്ട്, പക്ഷെ അവിടെ മുന്തിച്ചു. വഅലാ റബ്ബിഹിം യതവക്കലൂന വഅലാ റബ്ബിഹിം വരണ്ട്. ഇത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ മാത്രം അവര് തവക്കുലാക്കും. അവർ മാത്രമാണ് ആര്? അത് എന്തിനർത്ഥാണ്? ആദ്യം പറഞ്ഞ മാത്രം വഅലല്ലാഹ് മുന്തിച്ചപ്പോൾ വന്നതാണ്, മഫ്ഊലിനെ മുന്തിച്ചു അവിടെ വന്നതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ മാത്രം ഇന്നമയുടെ അർത്ഥാണ്. അപ്പൊ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്തായി അർത്ഥം? അല്ലാഹുവിന്റെ മേൽ മാത്രം ഭരമേൽപ്പിക്കുന്നവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹുവിന്റെ മേൽ മാത്രം ഭരമേൽപ്പിക്കുന്നവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ഇവിടെ രണ്ടിലും തഖ്ദീം വന്നു. ഒന്ന് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വേറെ ആയത്തിലുണ്ട്. പിന്നെ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. എന്തിനും ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ സംഭവം പറഞ്ഞുതരാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് അത്ഭുതകരമായ ഒരു സംഭവം പറഞ്ഞുതരാം. ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഞങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഏത് പ്രശ്നങ്ങളുടെ മേലും ശത്രുക്കളോട് പറയാണ് ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. അലാമ ആദൈത്തുമൂന, ഞങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കുന്ന എന്തിന്റെ മേലും ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും.
അലാമ ഒന്നിന്റെ മേൽ ബിഹി ഏതൊന്നുകൊണ്ടാണോ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നോ അതിന്റെ മേൽ ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും, ഞങ്ങൾക്ക് ആരും മതി. അല്ലാഹ് അതിന്റെ അവസാനാണ് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. എന്തിനും ആരേൽപ്പിക്കുക? അല്ലാഹ്. എന്തിനും ചോദിക്കേണ്ടതില്ല. എന്തിനും ഒരു സംഭവം പറയാം. അബ്ബാസി ഖലീഫയായ മൻസൂർ അധികാരം ഏറ്റെടുക്കുന്ന ദിവസം ഒരു സാലിഹായ മനുഷ്യൻ മൻസൂറിന്റെ അരികിലേക്ക് വന്നു. ഒരു സാലിഹായ, ഒരു അലിമായ, സാഹിദായ, സൂഫിയായ, ഒരു മുത്തഖയായ നല്ല മനുഷ്യൻ. അപ്പൊ ആളെ കണ്ടപ്പോൾ മൻസൂർ രാജാവിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മൻസൂറിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ AD 714 ജനിച്ചിട്ട് AD 775 മരിച്ചു. അബ്ബാസി ഖലീഫമാരിൽ എണ്ണപ്പെട്ട ഒരാളാണ് മൻസൂർ. മൻസൂർ രാജാവിൻ്റെ ഖിലാഫത്ത് നടക്കുന്നത് 754 പിന്നെ 775 മരിക്കുന്നത് വരെ 21 വർഷവും അബ്ബാസി ഖലീഫ മൻസൂറാണ്. മൻസൂർ അധികാരം ഏറ്റെടുക്കുന്ന 754 ഏറ്റെടുത്ത ദിവസം ഒരു സ്വാലിഹായ മനുഷ്യൻ മൻസൂറിന്റെ ദർബാറിലേക്ക് കയറി വന്നു. അപ്പോൾ ഈ സ്വാലിഹായ മനുഷ്യനെ കണ്ടപ്പോൾ മൻസൂർ പറഞ്ഞു, അയാളിനെ ഒരു വഅള് പറഞ്ഞേരി, എന്നെ ഒന്ന് ഉപദേശിക്കുക എന്ന് പറഞ്ഞു. എന്ത്? എനിക്കൊരു സതുപദേശം പറഞ്ഞു തരൂ എന്ന് മൻസൂർ രാജാവ് പറഞ്ഞു. ആരോട്? ആ കയറി വന്ന സൂഫിയോട്. അപ്പോൾ ഈ സൂഫി ചോദിച്ചു, ഞങ്ങളെ ഉപദേശിക്കാം, ബിമാ റഅയ്തു ഔ ബിമാ സമിഅ്തു, ഞാൻ കേട്ടതുകൊണ്ട് ഉപദേശിക്കണോ ഞാൻ കണ്ടതുകൊണ്ട് ഉപദേശിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ബിമാ റഅയ്തു, തങ്ങൾ കണ്ടതുകൊണ്ട് ഉപദേശിക്കും. അതാണല്ലോ കേട്ടതിനേക്കാൾ വലുതാണല്ലോ എന്ത്? കണ്ടത്. നിങ്ങൾ കണ്ടതുകൊണ്ട് ഉപദേശിക്കും എന്ന് പറഞ്ഞു. ഇനിയാണ് സംഭവം. അപ്പോൾ ഈ സ്വാലിഹായ സാഹിദായ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, എന്നാ ഞങ്ങൾ ഉപദേശിക്കാം. ഞാൻ കണ്ട ഒരു സംഭവം അത് നിങ്ങളോട് പറഞ്ഞാൽ അത് മാത്രം മതിയാവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് അൻജബ 11 വലദൻ. ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസിന് 11 കുട്ടികളുണ്ടായി. ഞാൻ കണ്ടതാണ്. 11 കുട്ടികൾ ഉണ്ടായിരുന്നു. ആർക്ക്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. അറിയാലോ, അമവി ഖലീഫമാരിൽ ഒരു മഹാനായ ചക്രവർത്തി ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖബർ കുഴിക്കാൻ 4 ദിനാർ കൊടുത്തു. ഇപ്പൊ എത്ര? 9 ദിനാറാണ്. ആകെ 9 നാണയങ്ങളാണ് ചക്രവർത്തിയായി ജീവിച്ച ഉമർ ബിൻ അബ്ദുൽ അസീസിന്. അങ്ങനെ ബാക്കിയുള്ള 9 ദിനാർ മക്കൾക്ക് വീതിച്ചു കൊടുത്തു. അപ്പൊ എത്ര ഉണ്ടാവില്ല? ഒരാൾക്ക് എത്ര ഇല്ല? എന്തുകൊണ്ട്? 11 മക്കളുണ്ട് മരിക്കുമ്പോൾ. ആകെ ബാക്കിയുള്ളത് 9 നാണയങ്ങൾ മാത്രമാണ്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. 1 അബ്ദുൽ മലിക് അമബൈ ചക്രവർത്തിമാരിൽ മറ്റൊരു ചക്രവർത്തി അൻജബ 11 വലൻ. അയാൾക്കും 11. ഓരോരുത്തർക്കും 10 ലക്ഷം ദിനാർ വർഗം ബാക്കിയുണ്ട്. ഒരാൾക്ക് അൽഫ് പറഞ്ഞാൽ 1 ലക്ഷം, അൽഫ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, മില്യൺ. 1 മില്യൺ ദീനാറുണ്ട്. ലിക്കുല്ലി വാഹിദി മിൻ അബ്നാഇ ഓരോ മക്കൾക്കും എത്ര ഉണ്ട്? 10 ലക്ഷം ദീനാറുണ്ട്. അതും ഞാൻ കണ്ടത്. മനസ്സിലായില്ല? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മക്കൾക്ക് കഫന്റെ തുണി വാങ്ങി ഖബറും വാങ്ങിയിട്ട് ബാക്കിയുള്ളത് 9 ദിനാർ. അപ്പൊ ഒരാൾക്ക് 1 ദിനാർ കിട്ടാൻ ഇല്ല. അതേ സമയത്ത് അതേ അമവി ഖലീഫമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഹിശാം ബിൻ അബ്ദുൽ മലിക്. അയാൾ മരിച്ചപ്പോൾ അയാൾക്കും 11 മക്കൾ തന്നെയാണ്. പക്ഷെ ഓരോരുത്തർക്കും ലികുല്ലി വാഹിദി മിൻ അബ്നാഇഹി മക്കളിൽ ഓരോ മക്കൾക്കും അൽഫ് ദീനാർ. എത്ര ഉണ്ട്? അൽഫ് 1 ലക്ഷം, അൽഫ് 10 ലക്ഷം. അപ്പൊ ഓരോരുത്തർക്കും എത്ര ഉണ്ട്? 10 ലക്ഷം സ്വർണ്ണ നാണയുണ്ട് ഓരോരുത്തർക്കും ഉണ്ട്. ഭയങ്കര ഓരോരുത്തർക്ക്. ഇനി ഞാൻ കണ്ട അത്ഭുതം പറയാം. ഒരൊറ്റ ദിവസം ഞാൻ 2 അത്ഭുതം ഒരിക്കൽ കണ്ടു. ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന ആളുകളെ കുറിച്ച് പറയുന്ന ഒരു സദസ്സിൽ പങ്കെടുത്തപ്പോൾ ആ സദസ്സിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ കണ്ടു ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഒരു മകൻ അബ്ദുൽ അസീസിന്റെ ഒരു മകൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവർക്ക് 100 ഉന്നതമായ കുതിരകൾ ദാനം ചെയ്തു. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ
പോകുന്ന ആളുകൾക്ക് ദാനം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരു സദസ്സിൽ വിളിച്ചു ചോദിച്ചപ്പോൾ, ബാപ്പ മരിച്ചപ്പോൾ ഒരു ദീനാർ തികച്ചു കിട്ടാത്ത മക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മകൻ അലയ്യ ബിമിഅത്തി ഫറസിൻ, ഞാൻ ഇപ്പോൾ തന്നെ 100 കുതിരകളെ തരാമെന്ന് പറഞ്ഞു. ആ സദസ്സും വിട്ട് ഞാൻ പുറത്തു വരികയായി. പുറത്തിറങ്ങി ഞാൻ അങ്ങാടിയിലൂടെ നടന്നപ്പോൾ ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ ഒരു മകനെ ഞാൻ കണ്ടു. അങ്ങാടി സുബ്ഹാനല്ലാഹി ദിൽ ജലാലി വൽ ഇക്റാം, സുബ്ഹാനല്ലാഹി ദിൽ ജലാലി വൽ ഇക്റാം. ഉറക്കെ പറ, സുബ്ഹാനല്ലാഹി ദിൽ ജലാലി വൽ ഇക്റാം, സുബ്ഹാനല്ലാഹി ദിൽ ജലാലി വൽ ഇക്റാം. ഒരൊറ്റ ദിവസം ഞാൻ 2 കാഴ്ചയും കണ്ടു. അതാണ് ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം. അതിനേക്കാൾ എനിക്ക് വാഴ്ത്ത് പറഞ്ഞു തരാൻ ഞാൻ കണ്ടതിൽ മറ്റൊന്നുമില്ല. ഒറ്റ ദിവസം ഫല്യതവക്കലിൽ മുഅ്മിനൂൻ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. ഒന്നും കൂടെ 11-12 വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. സുബ്ഹാനല്ലാഹ്. എന്താ അത്ഭുതം പറഞ്ഞ മനസ്സിലായോ? ഹസ്ബി റബ്ബി മതി. എന്താ ഇതിനർത്ഥം? ഹസ്ബി റബ്ബി, എനിക്കെന്റെ റബ്ബ് മതി. എന്തിനും അപ്പൊ മരിച്ചപ്പോൾ ഒരു ദിനാർ തികച്ചു കിട്ടാത്ത മക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു സദസ്സിലുണ്ട്. ഞാനും ആ സദസ്സിലുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവരുടെ കയ്യിൽ ഒന്നുമില്ല. ആരെങ്കിലും ദാനം ചെയ്യുമോ എന്ന് പറയപ്പെടവേ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മകൻ എണീച്ചു. ആ മകന് വാപ്പ മരിച്ചപ്പോൾ എന്ത് കിട്ടിയിട്ടില്ല? ഒരു ദീനാർ തികച്ചു പോലും കിട്ടാത്ത മക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഞാൻ കണ്ടു. തസദ്ദഖ ബിമിഅതി ഫറസ്, 100 യുദ്ധക്കുതിര. മേത്തരം കഴിവുള്ള കുതിരകൾ മാത്രമേ എന്താകൂ? യുദ്ധക്കുതിരയാകൂ. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവർക്ക് മേത്തരം നൈപുണ്യമുള്ള 100 യുദ്ധക്കുതിരകൾ ഞാൻ കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു. ഞാനത് എന്റെ കണ്ണാലെ കണ്ടു. പിന്നെ ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ റഅയ്തു അഹദ അബ്നാഇ ഹിശാം ഇബ്നു അബ്ദുൽ മലിക്, കോടി സമ്പത്തുണ്ടായിരുന്ന ബാപ്പാടെ മക്കളുടെ 11 മക്കളിൽപ്പെട്ട ഒരാൾ. അതും ഏത് മകൻ? ബാപ്പ മരിച്ചപ്പോൾ സമ്പത്തായി 1 മില്യൺ സ്വർണ്ണ നാണയം ലഭിച്ച ആളെ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഞാൻ കണ്ടു. അങ്ങാടിയിൽ രണ്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയും, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. ആരെ ഏൽപ്പിച്ചോ? അല്ലാഹുവിനെ ഏൽപ്പിച്ചു. ഉമർ ബിൻ അബ്ദുൽ അസീസ് മരിക്കാൻ കിടക്കുന്ന നേരത്തെ ആളുകൾ ചോദിച്ചു, വഖദ് സഅലൻ നാസ് ഉമർ ബിൻ അബ്ദുൽ അസീസ് വഹുവ അലാ ഫിറാഷിൽ മൗതി, അദ്ദേഹം മരണക്കിടക്കയിലാണ്. ആ നേരത്ത് ജനങ്ങളിൽ ചിലർ വന്നിട്ട് ചക്രവർത്തിയായ ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ചോദിച്ചു, മാദാ തറക്ത ലിഅബ്നായിക യാ ഉമർ, ഇങ്ങനെയൊക്കെ വലിയ ആളായിട്ട് എന്താണ് ഉമറെ നിങ്ങളെ കുട്ടികൾക്ക് ബാക്കിയുള്ളത്? അപ്പോൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഞാൻ അവർക്ക് തഖ്വയെ പഠിപ്പിച്ചു. എന്റെ അനന്തര സമ്പത്ത് എന്റെ കുട്ടികളെ ഹൃദയത്തിൽ കയറിയ പഠിച്ചവനെ പേടിയാണ്. തറക്തുലഹും, ഞാൻ അവർക്ക് അനന്തര സമ്പത്തായി വെച്ചത് തഖ്വല്ലാഹ്, അല്ലാഹുവിലുള്ള ഭയമാണ്. തറക്തുലഹും തഖ്വല്ലാഹ്. മാ തറക്ത യാ ഉമർ, മാ തറക്ത യാ ഉമർ ലിഅബ്നായിക്, എന്താണ് ഉമറെ എത്ര വലിയ ആളായിട്ട് മക്കൾക്ക് ബാക്കിയുള്ളത്? അപ്പോൾ പറഞ്ഞു, തറക്തുലഹും തഖ്വല്ലാഹ്, ഞാൻ അവർക്ക് എന്ത് ബാക്കി വെച്ചിട്ടുണ്ട്? തഖ്വല്ലാഹ്, അതായത് അവരെ ഖൽബിന്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് കയറ്റി വെച്ചു? തഖ്വ. അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കേണ്ടത് ഞാൻ അവർ ഹൃദയാന്തരങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഫഇൻ കാനൂ സാലിഹീന, എന്റെ കുട്ടികൾ സാലിഹീങ്ങളായി ജീവിച്ചാൽ ഫല്ലാഹു യതവല്ല സാലിഹീൻ. എന്റെ കുട്ടികൾ സാലിഹീങ്ങളായി ജീവിച്ചാൽ ഫല്ലാഹു യതവല്ല സാലിഹീൻ, സാലിഹീങ്ങളെ അല്ലാഹു ഏറ്റെടുക്കുമല്ലോ. എന്തിനു വിളിക്കണേ?
യാ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ദർജയേറ്റി കൊടുക്കട്ടെ. അല്ലാഹു ഒന്നുറക്കെ പറയാം, അല്ലാഹുവിനെ ദർജയേറ്റി കൊടുക്കുക. ഒരു താരീഖിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആടിനെ ചെന്നായ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇടയൻ അത്ഭുതപ്പെട്ടു. ഇവിടെ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭരണമാണല്ലോ, ആടിനെ ചെന്നായ പിടിക്കാറില്ലല്ലോ, പിന്നെന്താ ആടിനെ ചെന്നായ പിടിച്ചത് എന്നയാൾ അത്ഭുതപ്പെട്ടു. അങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വിവരം കിട്ടി, ഉമർ ബിൻ അബ്ദുൽ അസീസ് ആ ദിവസം മരിച്ചുപോയി. ഞാൻ താരീഖിൽ വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്രയും മാനായിരുന്നു ആര്? റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിനെ ദർജയേറ്റി കൊടുക്കട്ടെ. എന്താ പറഞ്ഞത്? തറക്തുലഹും തഖ്വല്ലാഹ്, ഞാൻ അവർക്ക് തഖ്വ, അവരുടെ ഹൃദയാന്തരങ്ങളിൽ, എന്റെ അനന്തര സ്വത്ത് അവരുടെ ഹൃദയാന്തരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച തഖ്വയാണ്. ഫഇൻ കാനു സാലിഹീൻ, എന്റെ കുട്ടികൾ സാലിഹീങ്ങളായി ജീവിക്കുകയാണെങ്കിൽ വല്ലാഹു യതവല്ല സാലിഹീൻ, സാലിഹീങ്ങളെ ആരെ ഏറ്റെടുക്കും? അല്ലാഹ്. എങ്ങനെ പഠിക്കണം? വഇൻ കാനു ഗൈറ ദാലിക്, എന്റെ കുട്ടികൾ സാലിഹീങ്ങൾ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലുമോ സാലിഹല്ലെങ്കിൽ ഫലൻ അത്റുക ലഹും മാ യുഈനുഹും അലാ മഅസിയത്തില്ലാഹ്, ഫലൻ അത്റുക ലഹും, അവർക്ക് ഞാൻ ഉപേക്ഷിക്കുകയില്ല, മാ യുഈനുഹും, അവരെ സഹായിക്കുന്ന ഒരു വസ്തുവെ, അലാ മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെതിരെ ചെയ്യാൻ അവരെ സഹായിക്കുന്ന ഒരു വസ്തുവെ ഞാൻ അവർക്ക് ഉപേക്ഷിക്കുകയുമില്ല. അവർ സാലിഹീങ്ങളാണെങ്കിൽ ആരേറ്റെടുക്കും? അല്ലാഹ്. അവർ സാലിഹീങ്ങൾ അല്ലെങ്കിൽ അല്ലാഹുവിനെതിരെ ചെയ്യാൻ ഞാൻ മുതൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഫലൻ അത്റുക ലഹും, അവർക്ക് ഞാൻ ഉപേക്ഷിക്കുകയില്ല, അല മാ ഒന്നിനെ യുഈനുഹും, അവരെ സഹായിക്കുന്ന, അലാ മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെ എതിര് ചെയ്യുന്ന ഒരു കാര്യത്തെ, അല്ലാഹുവിനെതിരെ ഒരു സമ്പത്തിനെ, ഒരു വസ്തുവിനെ ഞാൻ അവർക്ക് ഉപേക്ഷിക്കുകയും ഇല്ല. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒരായത്തും കൂടെ നമുക്ക് കൂട്ടിയിട്ട് പറഞ്ഞു എടുക്കണം. 3 ആയത്ത് വേണം, ഇത് 2 ആയത്താണ്. ഇനിയൊരായത്ത് കൂട്ടാം. ظهر الفساد في البر والبحر بما كسبت أيدي الناس. റൂമിലാണ് ആയത്ത്, ലാസ്റ്റ് ആയിരിക്കും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഒരു മൈക്ക് നിങ്ങൾ ഇട്ട് കൊടുത്താൽ, ഒരു മൈക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കൊടുക്കാൻ കഴിയും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് على النبي صلى الله لا إله إلا الله حسبي ربي جل الله. لا إله حسبي ربي جل الله. നല്ല നശാത്തിലിരിക്കി. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്തു വസ്സലാം അലൈക യാ ഹബീബല്ലാഹ്, സ്വലാത്തു വസ്സലാം അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ, സ്വലാത്തു വസ്സലാം അലൈക യാ ഇമാമൽ മുത്തഖീൻ, സ്വലാത്തു വസ്സലാം അലൈക യാ ഹബീബർ റഹ്മാൻ, സ്വലാത്തു വസ്സലാം അലൈക യാ സാഹിബൽ മദീന യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹൈലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. السلام عليكم يا عباد الله، 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 السلام عليكم يا عباد الله. റൂം എത്രാമത്തെ ആയത്താ? 41 41. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. മൂന്നായത്താണ് ചർച്ച തുടങ്ങുന്നത്. 2 ആയത്ത് കഴിഞ്ഞ് ഒരായത്തും കൂടെ ഇനി അടുത്ത ആഴ്ച തന്നെ ചർച്ച ചെയ്യും. ظهر الفساد في البر والبحر, ബറിലും ബഹറിലും നാശം സംജാതമായിരിക്കുന്നു. ബിമാ കസബത് അയ്ദി നാസ്, മനുഷ്യൻ ചെയ്തു കൂട്ടിയ ദുർവൃത്തി കാരണം ബറും നാശമായി ബഹറും
നാശമായി. ബറിലും ബഹറിലും നാശം സംജാതമായി. ബറിലും നാശമായി. ബറിലും ബഹറിലും നാശം സാധ്യമായി. ബറും ബഹറും നാശമായി. ഇത് ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തസത്തരി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ്. ഈ ആയത്തിന് അവിടെ കൊടുത്ത തഫ്സീർ ഞാൻ വായിക്കാം. ശ്രദ്ധിക്കണം. സഹ്ൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുൽ ഖുർആനാണ് ഇത്. ഈ ആയത്തിന് അവർ കൊടുത്ത വ്യാഖ്യാനം വായിക്കാം. നമ്മൾ സാധാരണ കൊടുക്കുന്ന അർത്ഥമല്ല. ബർ ബഹർ, കരയും കടലും കരയും കടലും നശിച്ചു. കരയും നശിച്ചു, കടലും നശിച്ചു. കരയും നശിച്ചു, കടലും നശിച്ചു. അതിന് വലിയ ഒരുപാട് അർത്ഥമുണ്ട്. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തസത്തരി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മസ്സല അല്ലാഹു തആല അൽ ജവാരിഹ ബിൽ ബർരി വമസ്സല അൽ ഖൽബ ബിൽ ബഹരി. ബറും ബഹറും നിന്നിലുണ്ട്. നിന്റെ അവയവങ്ങൾ ബറുമാണ്, നിന്റെ ഖൽബ് ബഹറുമാണ്. അപ്പം നീ നശിച്ചു. കാരണം നിന്റെ ഉള്ളിലുള്ള ബറും നശിച്ചു, ബഹറും നശിച്ചു. അപ്പം നീ നശിച്ചു. എല്ലാവരിലും ബറുമുണ്ട്, ബഹറുമുണ്ട്. ബഹർ ഖൽബാണ്. എന്തുകൊണ്ട്? അമീഖുൻ ലാ സാഹില ലഹു, തീരമില്ലാത്ത കടലാണ് എന്ത്? ഖൽബ്. മനസ്സിൻ്റെ അജ്ഞാത തീരങ്ങളിൽ എന്നൊരു പുസ്തകമുണ്ട്. ആരുടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. മനസ്സിൻ്റെ അജ്ഞാത തീരങ്ങളിൽ എന്നൊരു പുസ്തകമുണ്ട്. അതല്ലാത്ത സമുദ്രമാണ് എന്ത്? ഖൽബ്. ആ ഖൽബിന്റെ കരയാണ് എന്ത്? ജവാരിഹ്. എങ്ങനെ നാശാവണം? ഈ ആയത്തിലൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് മുസ്തഫ നബിന്റെ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് മുഹമ്മദ് മുസ്തഫ. നിന്നിലുണ്ട് രണ്ടും. നിന്നിൽ തന്നെ കരയുമുണ്ട്, കടലുമുണ്ട്. മസ്സലല്ലാഹു തആല അൽ ജവാരിഹ ബിൽ ബർരി വൽ ഖൽബ ബിൽ ബഹരി. അള്ളാഹുവിന്റെ ഒരു ഉപമാവാക്കാണത്. ഇതാണ് ഈ ആയത്തിന്റെ ഉൾപ്പൊരുൾ. അവർ പറയാ ഈ ആയത്തിന്റെ ഉൾപ്പൊരുൾ എന്ന് പറഞ്ഞാൽ ഏതോ കരയും കടലും നാശമായതല്ല, നിന്റെ കരയും കടലും നാശമായി. ഏതാണ് നിന്റെ കര? നിന്റെ അവയവങ്ങൾ. ഏതാണ് നിന്റെ കടൽ? നിന്റെ ഖൽബ്. നിന്റെ കരയും കടലും നാശമായി, അപ്പൊ നീ നാശമായി. തുടങ്ങിയൊക്കെയാണ് ഞാൻ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സഹീൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു മൻ തവാള അലി ഗനിയ്യിൻ, ഒരു മുതലാളിയോട് ഒരാൾ വിനയം കാണിച്ചാൽ അവന്റെ മുതലാളിത്തം എന്നതിൻ്റെ കീഴിൽ ഒരാൾ വിനയം കാണിച്ചാൽ അവന്റെ 2/3 ഭാഗവും ദീൻ നഷ്ടപ്പെട്ടു. പുണ്യ റസൂൽ ഒരുപാട് സ്ഥലത്തിന്റെ ഹദീസ്. ഒരു മലയാളിയുടെ മുതലാളിത്തം വലിയ പൈസക്കാരനാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെയുണ്ട്. അവൻ്റെ 12,555 സൂപ്പർ മാർക്കറ്റാണ് ഇപ്പോൾ ദുബായ് തുടങ്ങിയിട്ടുള്ളത്. എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞവനെ ബഹുമാനിക്കുക. ഒരു മുതലാളിയെ ഒരാൾ ബഹുമാനിച്ചാൽ ഒരാൾ ആലോചിക്കണം. ഒന്നും വിചാരിക്കരുത്. തലയെ കെട്ടിയവർക്കാർ എപ്പോൾ പണിയാട്ടാ. മുലാൽമാരെ മാത്രം പറഞ്ഞു നടക്കുക. വലിയ വലിയ തലയെ കെട്ടിയാരെ പണിപ്പാരാ. മുലാൽമാരെ പിന്നെ ദീന് നഷ്ടപ്പെടാനുണ്ടാവില്ല. എന്തുകൊണ്ട്? നേരത്തെ തന്നെ ദീനില്ലെങ്കിൽ പിന്നെ നഷ്ടപ്പെടില്ലല്ലോ. അത് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എത്ര കുട്ടിയാണ് രക്ഷിക്കട്ടെ. ഒന്നും വിചാരിക്കണ്ട. ഇവിടെ കയറി നിന്നാൽ പിന്നെ എനിക്കൊരു അന്തം ഉണ്ടാവില്ല. ഹബീബായ നബി പറഞ്ഞു, ഒരു ധനാട്യന്റെ ധനം കാരണം ഒരാൾ ബഹുമാനിച്ചാൽ ആ ബഹുമാനിച്ച മനുഷ്യന്റെ ദീനിന്റെ 2/3 ഭാഗവും നഷ്ടപ്പെട്ടു. ദീനിന്റെ 2 ഭാഗവും നഷ്ടപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ പിന്നെ ഒന്നിൽ ദീനുണ്ടാകുന്നില്ല. പ്രത്യക്ഷം പുറം 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 അകം, അകത്തിന്റെ അകം. 3 മനുഷ്യൻ. മനുഷ്യൻ 3 നിർമ്മിക്കോ? എത്രേ? മനുഷ്യനെന്നാൽ പുറം, അകം, അകത്തിന്റെ അകം. 3 സാധനം മനുഷ്യൻ. പുറം
ഇതാണ് എന്ത്? ഇതാണ് അകം. ഇതാണ് അകത്തിൻ്റെ അകം. മൂന്നേ ഉള്ളൂ. കഴിഞ്ഞു. മനുഷ്യനാകം മൂന്നേ ഉള്ളൂ. ഒന്ന് പുറം, ഒന്ന് അകം. പെരുങ്കള്ളന അതിനാണ് ചെങ്ങലകിട്ട് പൂട്ടിയത്. തടിച്ച 2 ചുണ്ട്, പിന്നെ ബലിഷ്ഠമായ പല്ല്. അതിൻ്റെ ഉള്ളിൽ ആ കള്ളനെ വെച്ചു. എന്തുകൊണ്ട്? ഓൻ്റെ കള്ളത്തിൽ നിന്നാണ് ഭയങ്കര. ഓനെ പുറന്നും പറയാം, പക്ഷെ അകന്ന് പറയാൻ നമ്മൾ സുഖത്തിന് വേണ്ടിയിട്ട്. എന്തുകൊണ്ട്? ഉള്ളിലിട്ട് പൂട്ടിയോണ്ട്. പിന്നെ അകത്തിൻ്റെ ഒരു അകണ്ട്. അതാണ് എന്ത്? ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫമാ ബഖയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. ഒരു സ്ഥലത്ത് 2 ആക്കി പറഞ്ഞിട്ടുണ്ട്. എഴുതിയേക്ക്, കവിത എഴുതിയേക്ക്. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫമാ ബഖയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. മനുഷ്യൻ എന്നാൽ പകുതി ഇതാണ്, പകുതി ഇതുമാണ്. ഫമാ ബഖയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. പിന്നെ ബാക്കിയുള്ളത് രക്തത്തിന്റെയും മാംസത്തിന്റെയും ചില രൂപങ്ങൾ മാത്രമാണ്. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫമാ ബഖയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. സമയത്രേ അപ്പൊ തന്നെ ബാക്കി നാളെ വിശദീകരിക്കാം. ഒരല്പം കൂടിയാണ് പറയാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്ക്. അവന്റെ ദീനിന്റെ 1/2 ഭാഗവും നഷ്ടപ്പെട്ടു എന്ന വാക്കിന്റെ അർത്ഥം ഇസ്തഖലമിന സലാസത്തി ഇസ്നാനി, 2 ദീനിന്റെ പുറത്ത് ജോലിയായി. അതൽ ലിസാനും. ഒരു മൊലാളിനെ മാത്യപ്പെടുത്തിയോ വർത്താനം പറഞ്ഞപ്പോ 1 പോയി. സായിറുൽ ജവാരിഹി, അവന് ഒന്ന് ഒതുങ്ങി നോർത്തപ്പോൾ അവയവവും പോയി. അപ്പൊ 2 പോയി. ഇനി എന്റെ ബാക്കിയുള്ള കൽബിൽ ദീന് കയറി തന്നെയല്ല, ഇവിടെ പോകാനുമില്ല. 3 ദീനിന്റെ ഒരു മുതലാളിയെ ബഹുമാനിച്ച് സംസാരിച്ച് വിജയം കാണിച്ചാൽ അവന്റെ ദീനിന്റെ 2 ഭാഗം നഷ്ടപ്പെട്ടു. 2 ഭാഗം ദീൻ എവിടെയാ? ഒന്ന് നാവ്, ഒന്ന് മുതലാളിക്ക് ഒതുങ്ങിക്കൊടുത്ത ജവാരിഹ് അവയവങ്ങൾ. പിന്നെ 3ാമത്തെ ദീൻ ഉണ്ടാണ്ട സ്ഥലം ഏതാ? കൽബ. അത് അർശുർ റഹ്മാന, റബ്ബിനെ അർശാക്കിയിട്ടനല്ല. അപ്പൊ അവിടെ ദീനില്ലേ ഇല്ല. അതുകൊണ്ട് ഈ 3-2 ഭാഗമേ നഷ്ടപ്പെടാനുള്ളൂ. 3ാമത്തെ ഭാഗം അവന് 3ാമത്തെ ഭാഗം ദീൻ അവന് ഇല്ല. ഈ ഹദീസിന് അവർ കൊടുത്ത വ്യാഖ്യാനം വായിച്ചു. ഇവിടെ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയുടെ വാക്ക്, ഒരാളുടെ ദീനിന്റെ 3/2 നഷ്ടപ്പെട്ടു അതോടുകൂടി എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന 3 മുതലാളിയുമായി ബന്ധപ്പെട്ടു, മുതലുമായി ബന്ധപ്പെട്ടു. അന്ന് ലിസാനു മുതലാളിന്റെ വലുപ്പത്തിലാണ് ആര് പറഞ്ഞത്? നാവ് പറഞ്ഞത്. പിന്നെ സായിറുൽ ജവാരിഹി, അവയവം അതിനനുസരിച്ച് ഒതുങ്ങുകയും ചെയ്തു. പിന്നെ ഉണ്ടാകേണ്ട ഈമാൻ ഉണ്ടാകേണ്ട സ്ഥലം ഏതാണ്? കൽബ്. അതിന് കൽബിലേക്ക് ഈമാൻ എത്തിയിട്ടേ ഇല്ല. പോലെ കാര്യം പോക്കാണ്. എന്തുകൊണ്ടാണ് മൊലാളിയെ ബഹുമാനിച്ച്? എന്തുകൊണ്ട് മൊലാളിയെ ബഹുമാനിച്ച്? എന്തുകൊണ്ടാണ് മൊലാളിയെ ബഹുമാനിച്ച്? അവന് എന്തില്ല? തവക്കുലില്ല. തവക്കുലുള്ളവൻ ഒരു മുതലാളി ബഹുമാനിക്കില്ല. ഒരു മുതലാളിയായതോടുകൂടെ സഖിയാണെങ്കിൽ ആ സഹാബത്തിന്റെ പേരിൽ ഒന്ന് ഒതുങ്ങും. അയാൾ ചെയ്യുന്ന നന്മ, ആ നന്മ പറയാം. അതും അയാളെ ദുരഭിമാനം കൊള്ളിക്കുന്ന വിധത്തിൽ നീട്ടി പറയാൻ പാടില്ല, നശിപ്പിക്കുന്ന പോലത്തെ പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. من تواضع لغني فقد ذهب ثلث دينه. ഒരു മുതലാളിയെ മുതലാളി ആയതിന്റെ പേരിൽ ഒരാൾ ആദരിച്ച് ബഹുമാനിച്ച് താഴ്മ ചെയ്തു കൊടുത്താൽ ഫഖദ് ദഹബ സുലുസ ദീനിഹി, ആ താഴ്മ ചെയ്തവന്റെ ദീനിന്റെ 3/2 നഷ്ടപ്പെട്ടു പോയി എന്ന് പുണ്യ റസൂൽ മുസ്തഫ. എന്റെ 3 അവനെന്നാൽ 3. ഒന്ന് ലിസാൻ, ഒന്ന് ജവാരി, ഒന്ന് കൽബ്. ലിസാൻ മുതലാളി കൊടുത്തു, അല്ലാഹ്ക്കല്ല. ജവാരിയും മുതലാളി കൊടുത്തു. പിന്നെ കൽബോ? കൽബിൽ നേരത്തെ ആയില്ല, അല്ലാഹു ഇല്ല. നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. അങ്ങനത്തെ
കാലത്ത് വലിയ അബദ്ധം സംഭവിക്കും. ഒറ്റ വാക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കും. അവസാന കാലഘട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടെങ്കിലും ഔലിയാക്കൾ ഉണ്ടാവില്ല. അള്ളാഹു ഒരു ജനതയിൽ ജീവിച്ചാലേ അവർക്കിടയിൽ ഔലിയാക്കൾ പ്രത്യക്ഷപ്പെടുള്ളൂ. ഇപ്പം നമ്മളൊരു കാലം, ഈ കാലത്തിൻ്റെ പ്രത്യേകത ഔലിയാക്കൾ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ 93 മരിച്ചുപോയ CM പറഞ്ഞിട്ട് വെൽപ്പത്രം കാണിക്കുക, 2009 മരിച്ചുപോയ തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞിട്ട് നമ്മൾ വെൽപ്പത്രം കാണിക്കുക. പഴയ അങ്ങനത്തെ കാലം മുസ്ലിങ്ങൾക്കില്ല. ഏത് കാലത്തും കണ്ണിൻ്റെ മുന്നിൽ ആളുണ്ടാവും. ഇപ്പോൾ സംഭവിച്ചത് എന്തെന്നാൽ, ഇപ്പോൾ സംഭവിച്ചു പോയത് സുന്നികൾക്ക് തന്നെ കറാമാത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? കറാമാത്ത് കാണിക്കുന്ന ഹക്കായ കറാമത്തുള്ള വലിയ സുന്നികളെ മുന്നിൽ ഇല്ല. പിന്നെ പണ്ട് കഴിഞ്ഞു പോയവരാ, അവരെ പറ്റി ഇപ്പം നമുക്ക് വിശ്വാസവും ഇല്ല. എന്താ കാരണം? അള്ളാഹു ഒരു ജനതയിൽ ജീവിച്ചാലേ ആ ജനതയിൽ ഔലിയാക്കൾ ഉണ്ടാവുള്ളൂ. അപ്പം ഔലിയാക്കൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും, എന്നാലും ഉണ്ടാവില്ല. എങ്ങനെ? അവർ ഖഫയിലേക്ക് പോകും. ഈ ആയത്തിന് എന്ന ആയത്തിന് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തഫ്സീർ ബഹ്റുൽ മദീദിന്റെ 4-ാം വാള്യത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനം ഞാൻ വായിക്കാം. തുടങ്ങാണ്, ഞങ്ങൾ വിശദീകരിക്കും പിന്നീട്. ഫൈദാക്കാന അഹ്ലുസ് സമാനി, ഒരു കാലത്തെ ജനങ്ങൾ മുഅരിളീന തിരിഞ്ഞു കളയുന്നവരാണ്. അനില്ല, ആരെ തൊട്ട്? അള്ളാഹുവിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരായാൽ മുതലാളിമാരെ വൽപ്പത്ത് എന്താ പറയാ, മുതലാളിമാരെ വൽപ്പത്ത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത് അറിഞ്ഞില്ലേ? അറിഞ്ഞോ? പിന്നെ അടുത്ത വാക്ക് പറയാ, ഫലസ്തീനികളെ അരച്ചാ കൊല്ലണ്. കേട്ടില്ലേ? അവിടെ BJP എല്ലാരെയും പിടിച്ച് മിണുങ്ങാണ്. അറിഞ്ഞില്ലേ? ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ? പറയും, ഇതെന്താ കാരണം? അള്ളാനെ പേടിയുള്ളവന് എന്ത് ചങ്ങായി, അള്ളാനെ ഒരാൾക്ക് പേടിയുണ്ടെങ്കിൽ പിന്നെ അവനെന്ത്? ഈ നാട്ടുകാർക്ക് മുഴുവൻ ഇത് ഇങ്ങനെ വിളിച്ച് വിടേണ്ട ആവശ്യം എന്താ? വളരെ ചിന്തിക്കും. ഇതിങ്ങനെ വിടുക, ഒരുത്തരം അവിടെ കൊല്ലണ അങ്ങനത്തെ ഫോണിൽ വെക്കാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫോണിൽ വെക്കാൻ പാടില്ല. ഒരാൾ തല്ലണ കൊല്ലം ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അള്ളാഹു തന്നെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞ് പറയാം. വളരെ അപ്പൊ ഒരു ജനത അള്ളാഹു നേരെ പക്ഷെ മുഅ്മിനീങ്ങളാണെങ്കിൽ അവര് നാവിൽ എന്തേ പറയൂ? അല്ലാഹ് അതേ പറയാൻ കഴിയുള്ളവർക്ക്. അള്ളാഹിന്റെയും അള്ളാഹിന്റെ ഹബീബിന്റെയും വൽപ്പത്തരം, അള്ളാഹിന്റെ ഹബീബിന്റെ വൽപ്പത്തരം, അള്ളാഹുവിന്റെ ഹബീബിന്റെ വൽപ്പത്തരം അള്ളാഹുവിന്റെ വൽപ്പത്തരമാണ്. അള്ളാഹുവിന്റെ വലിയുടെ വൽപ്പത്തരം അള്ളാഹുവിന്റെ വൽപ്പത്തരമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വൽപ്പത്തരമാണ്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ വൽപ്പത്തരം ശൈഖ് അബ്ദുൽ ഖാദിറിന്റെ വൽപ്പത്തരം അല്ല. ആരുടേതാണ്? അല്ലാഹ്. ശൈഖ് റിഫായിയുടെ വൽപ്പത്തരം അള്ളാഹുവിന്റെ വൽപ്പത്തരാണ്. അപ്പോൾ അവരാരെ പറ്റിയേ പറയൂ? അല്ലാഹ്. ഒരു ജനത അള്ളാഹുവിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, ഒരു കാലത്തെ ജനങ്ങൾ അള്ളാഹുവിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, ആ ജനതയിൽ പിന്നെ സദുപദേശം ഉപകരിക്കുകയില്ല. എന്താ പറഞ്ഞേ? ഞാനല്ല. ഞാനാണെങ്കിൽ എനിക്ക് എന്നെ പറ്റി പുതിയ ക്ലിപ്പിംഗ് ഉണ്ടാക്കാം. ഞാനല്ല. ഒരു ജനത അള്ളാഹുവിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ ലാ തൻജഹു ഫീഹിമുൽ മൗഇള, ആ ജനതയിൽ പിന്നെ സദുപദേശം വിജയിക്കുകയില്ല. ഒരു ജനതയിൽ അള്ളാഹ് അവരെ കൽബിലില്ലെങ്കിൽ അവരോട് വയല് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്ന് ലം യകൂനു അഹ്ലൻ ലിളൂരി ഔലിയാഇല്ലാഹി ഫീഹിം, ലം യകൂനു, ആ ജനത ആവുകയില്ല അഹ്ലൻ ലിളൂരി ഔലിയാഇല്ലാഹി തആല ഫീഹിം, ആ ജനതയിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ പ്രത്യക്ഷപ്പെടുകയേ ഇല്ല. ആ ജനതയിൽ ഔലിയാക്കൾ പ്രത്യക്ഷപ്പെടുകയില്ല. വഹും മൗജൂദ്, അവർക്കിടയിൽ ആരുണ്ടാവും? പക്ഷേ അവർക്കിടയിൽ ആരുണ്ടാവും? ഔലിയാക്കൾ ഉണ്ടാവും. ഔലിയാക്കൾ യാതൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഔലിയാക്കൾ ആ ജനതയിൽ പ്രത്യക്ഷപ്പെടുകയില്ല. ഇപ്പൊ CM ഒരു ജനതയിൽ പ്രത്യക്ഷപ്പെടാൻ കാരണം ആ ജനതയിലെ വലിയ ശതമാനം ആരാളുകളാ? പറയാ അള്ളാന്റെ ആളുകളാ. പിന്നെ അവര് അള്ളാഹിനെ തൊട്ട് ഒഴിവായാൽ ആ ജനതയിൽ ആര് പ്രത്യക്ഷപ്പെടൂല? അള്ളാഹു പ്രത്യക്ഷപ്പെടൂല. ഇനി പ്രത്യക്ഷപ്പെടും. ഇനി ഔലിയാക്കൾ പ്രത്യക്ഷപ്പെടും. ലക്ഷക്കണക്കിന് ഔലിയാക്കൾ ഒന്നിച്ചു വരും. ആര് വന്നാൽ? ഇമാം മഹ്ദി വന്നാൽ അങ്ങോട്ട് വരും ലക്ഷക്കണക്കിന് ഔലിയാക്കൾ. എന്തുകൊണ്ട്? ഇമാം മഹ്ദി വരുന്നതോടുകൂടെ റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ കൽബ് എന്തിലേക്ക് മാറും? അല്ലാഹ്. അപ്പോൾ ആ ജനതയിൽ ആര് കാണും? എവിടെയൊക്കെ ഔലിയാക്കന്മാര്, എവിടെയും. ഇപ്പൊ തെരഞ്ഞ ഒരാളെ കിട്ടാനില്ല.
അതുകൊണ്ട് സുന്നികളെന്നെ പറയുന്ന വാതിൽ ഭൂരിപക്ഷം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കെതിരാ. എന്തുകൊണ്ട്? ഔലിയാക്കന്മാരെ കാണിച്ചു കൊടുക്കാൻ അവർക്കിടയിൽ ഇല്ല. എന്തുകൊണ്ടില്ല? അവരാരെ ഒഴിവാക്കി? ഒരാൾമാരെ പിടിച്ചു. ഒരാൾമാരെ ഒരു ജനത പിടിച്ചാൽ ആ ജനതയിൽ അല്ലാഹ് ഉണ്ടാവില്ല. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. മനസ്സറിഞ്ഞ് അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു അതുകൊണ്ട് ഖൽബിന്റെ ഉള്ളിലേക്ക് ആര് വരണം? അല്ലാഹ്. എന്ത് വേണം? ഖൽബ് നന്നാക്കണം. പിടിക്കേണ്ട സ്വാലിഹ്യങ്ങളെ കയ്യിൽ പിടിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിടിക്കേണ്ട സ്വാലിഹ്യങ്ങളെ കയ്യിൽ പിടിക്കണം. പിടിക്കേണ്ട സ്വാലിഹ്യങ്ങളെ കയ്യിൽ പിടിക്കണം. സ്വാലിഹ്യങ്ങളെ കയ്യിൽ പിടിക്കാൻ വേണ്ടി യാത്ര ചെയ്യണം. ഒരു നാട്ടിലൊരു സ്വാലിഹ് ഉണ്ടെങ്കിൽ ആ സ്വാലിഹിനെ കൊണ്ട് ഒന്ന് കൈ പിടിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഒരാൾ ദ്വീപിൽ നിന്ന് വന്നൊരു സംഭവം എൻ്റെ കുട്ടിക്കാലത്ത് ഒരാൾ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഖാദിം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ദ്വീപിൽ നിന്ന് കണ്ണിയത്തിൻ്റെ അടുത്ത് വന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. എവിടുന്ന വരുന്നത്? ഞാൻ ദ്വീപിൽ നിന്നാണ്. എന്തിനു വന്നു? നിങ്ങളോട് സലാം പറയാനാ. വഅലൈക്കും സലാം. കഴിഞ്ഞു. അയാൾ പോയി. അപ്പം അയാൾക്ക് കാര്യം അത്രേ ഉള്ളൂ. അയാൾ ദ്വീപിൽ നിന്ന് വരികയാണ്. എന്തിന് പറയാ? എന്തിന്? കണ്ണിയത്തിന് സലാം പറയണം. എന്തേ? മിനൗലിയ ഇല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആര്? കണ്ണിയത്ത്. അള്ളാഹു ദർജയ്ക്ക് കൊടുക്കട്ടെ. അപ്പൊ ഒരാൾ ദ്വീപിൽ നിന്ന് വരിക. എത്രയാണ്? ഛർദിപ്പിക്കുന്ന കടൽ യാത്ര ചെയ്ത് വരണം. ചൊരക്കുന്ന കപ്പൽ യാത്ര ചെയ്താൽ ചൊരക്കും, ഛർദിക്കും. മനസ്സിലായില്ലേ? കടൽ എന്ന മഹാത്ഭുത. കടൽ യാത്ര ചെയ്താൽ ഛർദിക്കും, സ്വാഭാവികമാണ്. വളരെ ചിന്തിക്കണം. അതൊക്കെ കടന്നൊരാൾ വന്നു, വയക്കാട്ടേക്ക് വന്നു. എന്തിന്? അസ്സലാമു അലൈക്കും എന്ന് പറയാൻ. ആരോട്? കണ്ണിയത്തിനോട്. അപ്പൊ കണ്ണിയത്ത് എന്തു പറയും? വഅലൈക്കും അസ്സലാം. അയാൾക്ക് മതി. കാരണം കണ്ണിയത്തിന് വാക്ക് പറഞ്ഞ അള്ളാഹു സ്വീകരിക്കും. അവലായി നിങ്ങളെ മേലും അള്ളാഹിന്റെ രക്ഷ ഉണ്ടാക്കാൻ ആര് പറയും? കണ്ണിയത്ത്. അതയാൾക്ക് മതി. അയാൾക്ക് അത്ര ആവശ്യമുള്ളൂ. വഅലൈക്കും സലാം. എല്ലാ വെറുതെ ഉള്ള സലാമല്ല. ആരെന്നാവുകൊണ്ട് പറഞ്ഞതാ? പറ. ഈ വഅലൈക്കും അസ്സലാം എന്നത് അള്ളാഹുവിന്റെ ഒരു വലിയന്റെ നാവിൽ നിന്ന് വന്ന വഅലൈക്കും അസ്സലാമിന് ഒരു വിലണ്ടാവും. ഇയാളെ എവിടുന്ന് വരിക? പറ. ആയിരം കാലങ്ങൾ കടന്ന് ദ്വീപിന്ന് വരിക. എന്ത് പറയാൻ വേണ്ടി വരിക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആരോട് പറയാൻ? കണ്ണിയത്തിനോട് പറയാം. അപ്പോൾ കണ്ണിയത്തി തിരിച്ചെന്ത് പറയും? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയാൾക്ക് മതി. അയാൾക്ക് മതി. എന്തേ? അല്ലാഹുവിന്റെ വലിയ. നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ. തന്നെ ഇപ്പൊ കരണ്ട് പാസ് ചെയ്തു. കരണ്ട് ഇങ്ങോട്ട് കയറി. കണ്ണിയത്ത് അയാൾ നോക്കിയാൽ മതി. കണ്ണിയത്ത് അയാളോട് സലാം പറഞ്ഞാൽ മതി. മുത്തുനബി ഒരാൾ കാണണ്ടേയില്ല. മുത്തുനബി അയാൾക്ക് ഈമാനുള്ള സാഹചര്യത്തിൽ അയാളെ മുത്തുനബി നോക്കിയാൽ അയാൾ സ്വഹാബിയാണ്. അയാൾ മുത്തുനബി നോക്കേണ്ടതില്ല. അയാൾ കണ്ണില്ലാത്ത കണ്ണോട്ടനാ. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം സ്വഹാബിയ. നബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ആരാ? അന്ധനാ. നബി അയാളെ അത്രേ ഉള്ളൂ. നബിയിലെ കുഴിയാൻ അയാളെ കണ്ണിലൊന്നുമില്ല. അയാളെ ശുദ്ധീകരിക്കാൻ നബിയുടെ കണ്ണിലെല്ലാം ഉണ്ട്. നമ്മളെ നന്നാക്കാൻ CM-ന്റെ കണ്ണിലെല്ലാം ഉണ്ട്. അള്ളാഹ് ചൊല്ലുന്നുണ്ട്. കണ്ണിയത്തിന് എല്ലാം ഉണ്ട്. തിർപ്പഞ്ചി മുഹമ്മദ് എല്ലാം ഉണ്ട്. നമ്മൾ നന്നാക്കാൻ അവരെ കണ്ണിലുണ്ട്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനീൻ ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹി അസ്സ വജല്ല. മുഅ്മിനീങ്ങളെ മുഖകാന്തിയെ പേടിക്കുക. അവർ അല്ലാഹുവിന്റെ പ്രകാശത്തോടു കൂടെ അല്ലാതെ ഒരാളെ നോക്കുകയില്ല. അല്ലാഹ് ആ ആളുകളെ കൂട്ടത്തിൽ, ആ ആളുകളെ കൈപിടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. അവരെ കൂടെ ഇരിക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അത്തരം ആളുകളെ കൊണ്ട് ഈ മജ്ലിസ് നിറച്ചേരണമേ റബ്ബേ. അല്ലാഹ് ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനീൻ ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹി അസ്സ വജല്ല. നന്നാകേണ്ട വഴി നന്നാകാൻ നന്നായവരിലേക്ക് ചേരണം. സിറാത്തൽ ലദീന അവരെ കൊണ്ട് താർപ്പിക്കണം. കുട്ടി ജനിച്ചാൽ അവരെ കൊണ്ട് പേരിടിക്കണം. അവരെ കൊണ്ട് തഹ്നിയക്ക് ചെയ്യിപ്പിക്കണം. കുട്ടി എടുത്തോടും മുത്തുനബിയുടെ അരികിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? കുട്ടിക്ക് പേരിടാൻ. റസൂലുള്ള പേരിടും. പിന്നെ എന്ത് ചെയ്യും? ഹബീബായ റസൂലുള്ള നാവിലേക്ക് കാരക്ക അങ്ങോട്ട് കേറ്റിച്ചിട്ട് കാരക്ക അങ്ങനെ ഹബീബായ റസൂലുള്ള ചവക്കും. എന്നിട്ട് തേന് പോലെയുള്ള അവിടുത്തെ ഉമിനീരെടുത്തിട്ട് കുട്ടിയുടെ വാക്കിലേക്കാണ്. അതാണ് അവ്വലു ത്വഅമിഹി വശ്റാബിഹി. ആ കുട്ടിയുടെ ആദ്യത്തെ ഭക്ഷണവും വെള്ളവും എന്തായിരിക്കും? ഹബീബായ റസൂലുള്ളാഹി നീര. ആ കുട്ടി ആശാവൂല.
ഇത് ഞാനൊരാളോട് പറഞ്ഞപ്പോൾ ഇന്നത്തെ കാലത്ത് ഞാൻ ഔലിയാക്കന്മാരുണ്ടെങ്കിൽ നടക്കൂല ഉസ്താദെ, ഉമിനിയിലൊക്കെ രോഗാണുക്കളില്ലേ എന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. ഉമിനിയിലൊക്കെ രോഗാണുക്കളില്ലേ? 5 രോഗാണുക്കൾ കണ്ടു കുത്തിരുന്നു. എനിക്ക് കണ്ണിയത്തിനെ പോലത്തെ ഒരാളെ കിട്ടിയാൽ അവരെ കൊണ്ട് കുട്ടിക്ക് തഹനീക്കുകയുള്ളൂ, അവരെ കൊണ്ട് പേരിടിക്കുകയുള്ളൂ. എൻ്റെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ സ്വാലിഹ്യങ്ങളെ കൊണ്ട് പേരിടിച്ചതാണ്. ഒരു ദിവസം രക്ഷപ്പെടും. എന്തുകൊണ്ട്? സിറാത്തല്ലദീന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് 9 മക്കളുണ്ട്. 9 മക്കൾക്ക് മുസ്തഫ നബിയുമായി ബന്ധപ്പെട്ട പേരാണ്. ആദ്യത്തെ കുട്ടിയുടെ പേര് ഉമ്മു ഹബീബാണ്. കുടുംബം മുഴുവൻ ആക്ഷേപിച്ചു. എന്തുകൊണ്ട്? ഞാൻ ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹയുടെ താരീഖ് വായിച്ച അന്നാണ് കുട്ടിയെ പ്രസവിച്ചത്. അപ്പോൾ ഞാൻ ഉമ്മു ഹബീബാണ് പേരിട്ടു. എന്തുകൊണ്ട്? ആരാ ഉമ്മു ഹബീബ? സ്വന്തം ബാപ്പ ഇരിക്കാൻ പോയ ഒരു വിരിപ്പിനെ വലിച്ചെടുത്ത ആളാണ് ഉമ്മു ഹബീബ്. ബാപ്പ അത്ഭുതപ്പെട്ടു പോയി. ബാപ്പ മുശ്രിക്കായ ബാപ്പ ഉമ്മു ഹബീബ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞില്ല മകൾ. പിന്നെ ബാപ്പ കുറച്ചു നേരം നിന്നു. പിന്നെ ബാപ്പ എന്താ ആലോചിച്ചു, എൻ്റെ മകളെ വീട്ടിൽ എനിക്ക് ഇരിക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവിടെ ഒരു വിരിപ്പ് കിടക്കുന്നുണ്ട്. ആ വിരിപ്പിലേക്ക് ഇരിക്കാൻ വേണ്ടി ചെല്ലിനോട് കൂടെ ഓടിച്ചെന്നു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹു ആ വിരിപ്പ്. അപ്പോൾ ബാപ്പയായ അബൂ സുഫിയാൻ പറഞ്ഞു, ലാ തുഖാവി ലാ തുസാവി 4 ദറാഹിം. ഇത് മക്കാങ്ങാടി 4 ദിർഹമിന് വിലയില്ല ഉമ്മു ഹബീബ, നീ എന്ത് വിചാരിച്ചേ? അപ്പോൾ പറഞ്ഞു, ഞാൻ മക്കയിലെ നേതാവാണ്, ഞാൻ റഈസു ഖബീലത്തി മക്ക, ഖബായിലി മക്ക, മക്കയിലെ ഗോത്രങ്ങളുടെ നേതാവായ അബൂ സുഫിയാൻ ഈ 4 ദിർഹമിന് വിലയില്ലാത്ത ഈ വിരിപ്പിന്റെ മുകളിൽ ഇരിക്കാൻ അർഹതയില്ലെന്നും. അപ്പോൾ പറഞ്ഞു ഉമ്മു ഹബീബ, നിങ്ങൾക്ക് 4 അല്ല 400ഉം 4000ഉം വിലയുള്ളതിന്റെ മുകളിൽ ഇരിക്കാൻ അർഹതയുണ്ട്, പക്ഷേ ഇതിന്റെ മുകളിൽ ഇരിക്കാൻ അർഹതയില്ല. ഇത് പുണ്യ നബി ഇരിക്കുന്ന വിരിപ്പ. ആരോട് പറഞ്ഞു? സ്വന്തം ബാപ്പയോട്. ആ താരീഖ് പഠിച്ച ആയിഷയാണ് എന്റെ ഭാര്യ പ്രസവിച്ചത്. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ഞാൻ ഉമ്മു ഹബീബാന്ന് പേരിട്ടു. 2ാമത്തെ കുട്ടിക്ക് ആയിഷാന് പേര് ഇട്ടു. 9ാമത്തെ കുട്ടിയുടെ പേരും ആയിഷയാണ്. 2 ആയിഷയാണ്, 2 മുഹമ്മദാണ്, 1 അഹമ്മദാണ്, 1 സൈനബാണ്. ഒക്കെ മുസ്തഫ നബിയാണ്, അള്ളാന്റെ ഹബീബാണ്. എന്തുകൊണ്ട്? ആ പേരുണ്ടെങ്കിൽ നന്നായെങ്കിൽ അത് നന്നാക്കി തരട്ടെ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അല്ലാവൂല ബറും ബഹറൊക്കെ നശിച്ചുപോയി. മുതലാളിമാരെ പിന്നാലെ ഓടി, ദുനിയാവിന്റെ പിന്നാലെ ഓടി. ബാക്കി അടുത്ത ക്ലാസ് വിശദീകരിക്കും. അല്ലാഹു തആല അവന്റെ മുത്തഖീങ്ങളായ സുലഹാക്കളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. ഒരു പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. റബ്ബിനോട് പറ. ഒരു ദിവസം റബ്ബ് അത് ശരിയാക്കി തരും. എന്തു ശരിയാക്കി തരും? എന്തു റബ്ബെല്ലാം ഒരു ദിവസം ശരിയാക്കി തരും. റബ്ബ് ശരിയാക്കും. എന്തും ശരിയാക്കി തരും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക്, നമ്മൾ കേട്ട ചരിത്രത്തിലേക്ക് ഒന്നുകൂടി മടങ്ങുക. മൻസൂറിന്റെ അധികാരാരോഹണ ദിവസമാണ്. ഒരു സാലിഹായ സാഹിദായ സൂഫിയ മനുഷ്യൻ മൻസൂറിന്റെ ദർബാറിലേക്ക് വന്നു. അപ്പോൾ മൻസൂർ പറഞ്ഞു, ഒന്ന് ഉപദേശിച്ചു, അത് പറഞ്ഞേരി. അപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടതോ കേട്ടതോ? കണ്ടത് പറയും. അപ്പോൾ പറഞ്ഞു, ഞാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മരണം കണ്ടിട്ടുണ്ട്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 11 മക്കളുണ്ട്. ആകെയുള്ളത് 18 നാണയങ്ങളാണ്. 5 നാണയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഫൻ വാങ്ങി, 4 നാണയം കൊണ്ട് അദ്ദേഹത്തിന് ഖബറും വാങ്ങി. പിന്നെ ബാക്കിയുള്ളത് 9 നാണയങ്ങളാണ്. അത് ബാക്കി 11 മക്കൾക്ക് 11 മക്കൾക്ക് വീതിച്ചു കൊടുത്തു. അതേസമയം ഞാൻ ചക്രവർത്തിയായ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് മരിക്കുന്നിടത്തും പങ്കെടുത്തിട്ടുണ്ട്. ഹിശാമിന് അതേപോലെ 11 മക്കളാ. ഓരോ മക്കൾക്കും ഹിശാം ഇബ്നു അബ്ദുൽ മലിക് മരിക്കുമ്പോൾ 10 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ ഒരു മഹാത്ഭുതം കണ്ടു. ഒരു ദിവസം ഞാൻ ഒരു സദസ്സിൽ പങ്കെടുത്തു. ആ സദസ്സിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ ഒരു നാണയം പോലും ബാപ്പ മരിച്ചപ്പോൾ അനന്തര സ്വത്ത് കിട്ടാത്ത മകൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ നിപുണന്മാരായ നൈപുണ്യമുള്ള 100 യുദ്ധക്കുതിരകളെ ഞാൻ നൽകും. ഒരു മകൻ പറഞ്ഞു. അതേ ദിവസം ആ സദസ്സം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ അങ്ങാടിയിൽ തെണ്ടുകയാണ്. ആര്? 10 ലക്ഷം സ്വർണ്ണ നാണയം ബാപ്പാന്റെ അനന്തര സമ്പത്ത് കിട്ടിയ. എന്തവിടെ സംഭവിച്ചത്? ഇതൊക്കെ ആരുടെ മേലാണ്? മുതലാളി ആയതുകൊണ്ട് മക്കൾ രക്ഷപ്പെട്ടു കൊള്ളുന്നില്ല, തൊഴിലാളി ആയതുകൊണ്ട് മക്കൾ നാശിക്കൊള്ളുന്നില്ല. എനിക്ക് ചില മുതലാളിമാരെ അറിയും, മക്ക കാണാതെ മരിച്ചുപോയവർ. എനിക്ക് ചില തൊഴിലാളികളെ അറിയും, അവർ എത്ര വട്ടാണ് മക്കയിൽ ഉംറക്ക് പോയതും ഹജ്ജിനും അത് കയ്യും കണക്കുകയില്ല. അവരെ വീട്ടിൽ പാത്രം കഴുകിയിരുന്ന ആളുകൾ അനവധി തവണ ഹജ്ജിന് പോയി. കോടാനക്കോടി സമ്പത്തുണ്ടായിരുന്നവർക്ക് ഒരു വട്ടം പോലും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുത്തു. എന്തേ? എല്ലാത്തിന്റെ പിന്നും വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.